ഇന്നലെ വൈകുന്നേരം ഏതാനും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവണ്ടേ. ഇപ്പോൾ തൽക്കാലം മദ്രസയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് വേറെ എവിടേക്കൊന്നും പോകാനും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ബീച്ചിൽ പോകാൻ തീരുമാനിച്ചു. അവിടെ ഇപ്പോൾ ദാ പുതിയ ഇതുപോലെ മാളിലൊക്കെ കാണുന്ന പോലെയുള്ള വണ്ടിയൊക്കെ ഉണ്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചു ആനീനെ ഒന്ന് പ്രാങ്ക് ചെയ്താലോ. അതായത് ആന ഇൻവിസിബിൾ ആണെന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പെരുമാറുക. അപ്പോൾ അവളെങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടി ഒരു വീഡിയോ. ആനയുടെ ഓളെ വിളിക്കാലോ എന്നെ പറഞ്ഞേച്ച്. പക്ഷെ അതെന്താ എന്റെ മുഖം ഇങ്ങനെ താനേ തിരിയുന്നു. എന്റെ മുഖം ഇങ്ങനെ ഇവിടെ എന്തോ പ്രേതമുണ്ട്. എന്റെ മുഖം ഇങ്ങനെ താനേ തിരിയുന്നു. ഒന്ന് പോയി നോക്കാമീ. ഇങ്ങനെ നിക്കുന്നെന്താ? പോയി നോക്കാം അങ്ങോട്ട്. പോലീസുകാരോടൊന്നും പറഞ്ഞാലോ? അല്ലാണ്ട് അവളെ അങ്ങോട്ട് പോകുന്ന കണ്ടി ആമിന്റെ അടുത്തേക്ക്. പേടിക്കണ്ട, ചിലപ്പോ ആമി കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണല്ലോ. അവള് കൊണ്ടുവരേക്കും. ആമി വരുന്നുണ്ട്. നോക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ കൂടെ അങ്ങോട്ട് വന്നാ എന്നോട് ഒരുപാട് പറഞ്ഞല്ലോ. എന്ത് വേഗം താനെ തുറക്കുന്നത് കാണിക്കുന്നത്. തുറന്നു നോക്കാണ്ടങ്ങനെ എന്താണ് തുറക്കുന്നത്? പൈസ താനേ പോകുന്നു. വിളിക്കും നമ്മള് കാണാത്തതോളെ. പക്ഷെ എനിക്ക് ആരോ ഉമ്മ നിങ്ങളൊന്നും ചെയ്യാത്ത നമ്മൾ വേമ്പതിലും കാണുന്നില്ലല്ലോ. എന്തൊക്കെ അങ്ങനെ? ആമിനെ കാണുന്നുണ്ട്. ആമി, ഈ ഞാന്. ആനീനെ കാണുന്നില്ല. മൂന്നാള്. ആനി ഉണ്ടായിരുന്നു. എന്ത് രസമില്ലേ വീഡിയോ എടുക്കാന്. അവിടെ ഇരിക്കുന്ന കണ്ടോ പോലീസുകാരൻ. അയാളോട് പോയി പറയണം പിന്നെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിനെ കാണാനില്ല. മുടിമേലൊരു ക്ലിപ്പോ കുത്തിക്കുന്നു. അങ്ങനെ ഞാനും കേൾക്കുന്നുണ്ട്. കേട്ടോ എവിടുന്നാ? ഇപ്പൊ ഞാൻ കാണുന്ന കാല് മാത്രം ആടുന്ന് കാണുന്നുണ്ട്. ഒരു കാലാടുന്നത് കാല് മാത്രം ഇയാണില്ല. ഒരു കാല് പോലെ കാല് മാത്രം ബ്ലൂ കളറില് ചളിയില്ലേ? ആ അതന്നെ. ഇവിടെ ആരാ തോന്നുന്നു? അമ്മാന്ന് കണ്ട് ഇവിടെ തന്നെ ഉണ്ട്. കണ്ടല്ലോ. നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞങ്ങള് വിചാരിക്കുക എന്നെ കാണാതെ എങ്ങനെ പോകുന്നു.